എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരുവിധം എല്ലാ എക്സാംസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സെക്ഷൻ ആണ് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ. അതിൽ മെയിൻ ആയിട്ടും നിങ്ങൾക്ക് കണ്ടുവരാവുന്നത് പ്രോബ്ലംസ് ഓൺ ഏജസ്, HCF LCM, പ്രോഫിറ്റ് ലോസ്, പെർസെൻറ്റേജ്, ടൈം ആൻഡ് വർക്ക്, പൈപ്പ്ലൈൻസ് ആൻഡ് സിസ്റ്ററിങ്സ്, പൈപ്സ് ആൻഡ് സിസ്റ്ററിങ്സ്, പ്രോബ്ലംസ് ഓൺ ട്രെയിൻസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അങ്ങനെ വരുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് പ്രോബ്ലംസ് ഓൺ ഏജസ് എന്ന് പറയുന്ന സെക്ഷനിലെ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് നോക്കാം. രാജീസ് ഏജ് ആഫ്റ്റർ 15 years will be 5 times his age 5 years back. What is present age of രാജീവ്? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ അവർ പറയുന്ന അനുസരിച്ച് 15 years ആഫ്റ്റർ, അപ്പൊ രാജീവ്സ് ഏജ് ആഫ്റ്റർ 15 years, അപ്പം പ്രസന്റ് ഏജ് നമ്മൾ എക്സോ വൈയോ ആയിട്ടൊക്കെ റെപ്രസെന്റ് ചെയ്യുക, എക്സ് ആയിട്ട് എടുക്കുക. അപ്പോ രാജീവിന്റെ ഇപ്പോഴത്തെ ഏജ് 15 years കഴിഞ്ഞ്, അപ്പൊ ഇപ്പോഴത്തെ ആ ഒരു ഏജിൽ നിന്ന് 15 years കഴിഞ്ഞുള്ള രാജീവിന്റെ ഏജ് എന്ന് പറയുന്നത് 5 times his age 5 years back, 5 വർഷം മുന്നേ. അപ്പൊ ഇപ്പോഴത്തെ ഉള്ള ആ ഏജിന്റെ 5 years മുന്നേ ഉള്ള ഏജിന്റെ 5 times ആണെന്നാണ് പറയുന്നത്. അപ്പോ രാജീവിന്റെ പ്രസന്റ് ഏജ് നമ്മൾ എക്സ് ആയിട്ട് എടുത്താല് 15 years ആഫ്റ്റർ എന്തായിരിക്കാം? എക്സ് പ്ലസ് 15 ആയിരിക്കാം. അപ്പോ ഇയേഴ്സ് ബാക്ക് 5 years ബാക്ക് ആണെങ്കിലോ എക്സ് മൈനസ് 5 ആയിരിക്കാം. അപ്പോ അത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ ചെയ്യാം? ആദ്യം നമ്മള് രാജീവിന്റെ പ്രസന്റ് ഏജ് എക്സ് ഇയേഴ്സ് ആയിട്ട് എടുക്കുക. അപ്പോ 15 years ആഫ്റ്റർ 15 years എക്സ് പ്ലസ് 15 ആക്കുക. അപ്പോ 5 years ബാക്ക് ആണെങ്കിലോ എക്സ് മൈനസ് 5 years. അപ്പോ പ്രസന്റ് ഏജ് ആണ് എക്സ്. അപ്പോ ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ എഴുതാ? എക്സ് പ്ലസ് 15 ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 5. അത് സോൾവ് ചെയ്യുമ്പോൾ എക്സ് എന്താണ്? രാജീവിന്റെ പ്രസന്റ് ഏജ് ആണ്. അപ്പൊ നമുക്ക് എക്സ് കിട്ടും. അടുത്തത് ഏജ് ഓഫ് ടു പേഴ്സൺസ്, ages of two persons differ by 16 years. If 6 years ago the elder one 3 times as old as the younger one, find their present ages. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് രണ്ട് പേഴ്സൺസ് ഉണ്ട്. ആ രണ്ട് പേഴ്സൺസിന്റെ ഏജസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 16 years ആണ്. അപ്പോ 6 years ago 6 വർഷം മുന്നേ എൽഡർ വൺ എന്ന് പറയുന്നത് 3 times ഓൾഡേഴ്സ് യങ്ങർ വൺ ആണ്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഇക്വേഷൻ എഴുതുമ്പം എങ്ങനെ എഴുതാം? ഫസ്റ്റ് നമ്മൾ രണ്ട് പേഴ്സൺസിന്റെ ഡിഫറൻസ് 16 ആണെന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് മറ്റേത് രണ്ടെണ്ണം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് നമ്മള് യങ്ങർ പേഴ്സന്റെ എക്സ് ആയിട്ട് എടുക്കുക, എൽഡർ പേഴ്സണിന്റെ എക്സ് പ്ലസ് 16 ആയിട്ട് എടുക്കുക. കാരണം അറിയാലോ, രണ്ടിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 16 വരുമ്പം ഒരാളുടെ എന്തായിരിക്കാം? എക്സും ഒരാളുടെ എക്സ് പ്ലസ് 16 ആയിരിക്കാം. എന്ന് വെച്ചാൽ അതിന്റെ രണ്ട് ഡിഫറൻസ് എടുക്കുന്നത് 16 വരും. അതെന്ന് പറയുന്നത് ഇനി 6 years ago എൽഡർ വൺ 3 times as old as younger one ആണ്. 6 years ago ആയിട്ടുള്ളത് എന്താണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം 3 times of x minus 6, എഗോ ആയതുകൊണ്ട് മൈനസ്, ഈക്വൽ ടു 3 times as old as younger one ആണ്. അപ്പം ഈക്വൽ ടു എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എക്സ് പ്ലസ് 16 മൈനസ് 6. അങ്ങനെ നമുക്ക് എക്സ് എന്ന് പറയുന്നത് കിട്ടും. എക്സ് എന്ന് പറയുന്നത് എന്താ? യങ്ങർ പേഴ്സന്റെ ഏജ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The products of ages of Ankita and Nikita is 240. Twice the age of Nikita is more than Ankit's age by 4 years. What is Nikita's age? അപ്പോ നികിതയുടെ അങ്കിത ഏജിന്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് 240 ആണ്. Twice the age of Nikita is more than Ankit's age by 4 years. അപ്പോ 2 times of Nikita's age എന്ന് പറയുന്നത് is more than Ankit's age plus by 4 ആണ്. അപ്പം അങ്കിതിന്റെ ഏജ്, അപ്പോ നികിതാസ് ഏജ് എന്തായിരിക്കാം? പ്ലസ് 4 ആയിരിക്കാം. 2 times ഓഫ് നികിതാസ് ഏജ് പ്ലസ് 4 ആയിരിക്കും അങ്കിത്സ് ഏജ്. അപ്പൊ നികിതയുടെ ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാമല്ലോ. പ്രോഡക്ട്സ് ആണ്, രണ്ടിന്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇവർ തന്നിട്ടുണ്ടായിരുന്നു.
അങ്കിത് ഏജ് എക്സ് ആയിട്ടും നികിതയുടെ ഏജ് 240/x ആയിട്ട് എടുക്കാം. അപ്പം രണ്ടുപേരുടെ പ്രോഡക്ട്സ് എക്സും 240/x അത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതി നികിതാസ് ഏജ് കണ്ടുപിടിക്കാം. ഇനി the present age of father is 3 years more than 3 times the age of son. 3 years hence, father's age will be 10 years more than twice the age of the son. Find the present age of father. A similar question ആണ്. Present age of father is 3 years more than 3 times age of son. അപ്പോൾ ഫാദറിന്റെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? 3 times ആയിരിക്കാം. 3 times the age of the son plus 3 years more ആയിരിക്കാം. നോക്കാം. Son's present age x ആയിട്ട് എടുക്കാം. അപ്പോൾ father's present age 3x plus 3 years ആണ്. 3x plus 3 plus 3. 3 years more ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് എഴുതുക. ഈക്വൽ ടു ഇക്വേറ്റ് ചെയ്ത് ചെയ്യുക. Rohit was 4 times as old as his son 4 years ago. After 8 years, Rohit will be twice as old as son. What are the present ages? The son's age is 8 years ago be x years. Rohit's age of 8 years ago is 4x years. Son's age after 8 years x plus 8 plus 8. Simple ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. 1 year ago, ratio Gaurav's and Sachin's age ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എന്താണ്? 1 year ago ആയിട്ടുള്ള ഏജ് 6:7 4 years hence after 4 years 7:8 ആയിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെ എഴുതാം? 1 year ago ആയിട്ടുള്ള ഏജ് 6x 7x ആയിട്ട് എടുക്കുക. അപ്പോ 4 years hence ആകുമ്പോൾ എന്ത് വരാം? 6x plus 1 plus 4 ആയിരിക്കാം. അപ്പോ അതനുസരിച്ച് നമ്മൾ ചെയ്യാം. അടുത്ത Abhay's age after 6 years will be 3/7 of his father's age. 10 years ago, the ratio of their ages is 1:5. What is Abhay's father's age at present? Let the ages of Abhay and his father 10 years ago be x and 5x respectively. That Abhay's age എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. നോട്ട് ചെയ്തിട്ട് എഴുതിയെടുക്കുക.